ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ 200 ഓം 50 ഹെർട്സ് 10 ആംപിയർ ഡിറ്റർമിൻ ഇംപിഡൻസ് ഓഫ് ദ കോയിൽ. ഇംപിഡൻസ് ഓഫ് ദ കോയിൽ എന്ന് പറഞ്ഞാൽ തന്ന വാല്യൂസ് എഴുതുന്നു. 50 ഹെർട്സ് ഫ്രീക്വൻസി എഫ് ആണ്, കറണ്ട് 10 ആംപിയർ, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 200 ഓം, വി ഡിവൈഡഡ് ബൈ ഐ എന്ന് പറഞ്ഞാൽ 200/10 20 ഓം, പവർ എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട്, അതായത് 1000 വാട്ട്. 1000 വാട്ടിന് ഐ സ്ക്വയർ ഇൻറ്റു 6, ഐ സ്ക്വയർ ഇൻറ്റു 6, ഐ എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയർ. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ 1000 ഡിവൈഡഡ് ബൈ 100, 10 ഓം. ഇനി എക്സ് എൽ കണ്ടുപിടിക്കുക. √(z² മൈനസ് r² സെഡിൻ്റെ വാല്യൂ 20, 20² മൈനസ് 10² 17.32 ഓം. ഇമ്പിഡൻസ് എ പ്ലസ് ജെ ബിയിൽ കാണുന്നുണ്ടെങ്കിൽ 10 + j 17.32 ഓം. ഇനി ഇമ്പിഡൻസ് പോളാർ ഫോമിൽ വേണമെങ്കിൽ √10² പ്ലസ് 17.32². ഇൻക്ലൈനേഷൻ അല്ലെങ്കിൽ സ്ലോപ്പ് കാണാൻ ടാൻ ഇൻവേഴ്സ് 17.32 ഡിവൈഡഡ് ബൈ 10. പോളാർ ഫോമിലേക്ക് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ √10² പ്ലസ് 17.32² എന്ന് പറഞ്ഞാൽ 20. ടാൻ ഇൻവേഴ്സ് 17.32 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 60. അപ്പോൾ 20 ആംഗിൾ 60 ഡിഗ്രിയാണ്. അടുത്തത് പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R/Z. R എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ 20 0.5, ഇൻഡക്റ്റീവ് ആയതുകൊണ്ട് ലാഗിങ്. റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ V × I × sin 60, ആംഗിൾ 60 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 200 × 10 × 0.866 എന്ന് പറഞ്ഞാൽ 1732 VAR. അപ്പാരൻ്റ് പവർ എന്ന VI. 200 × 10 എന്ന് പറഞ്ഞാൽ 2000 VA. Thank you for watching this video.